ഒരു ക്ഷേത്രത്തിൽ, കോഴിക്കോട് ജില്ലയിലാണ്, പ്രഭാഷണത്തിന് പോയതാണ്. അപ്പം അറിഞ്ഞു അവിടുത്തെ ആ ക്ഷേത്രത്തിലെ ആ വർഷത്തെ ഉത്സവത്തിന് 8 ലക്ഷം രൂപയ്ക്കാണ് കരിമരുന്ന് കത്തിക്കണത്. 8 ലക്ഷം രൂപ അന്ന്, 20 കൊല്ലം മുമ്പ്. ഇപ്പോഴാണെന്ന് എത്ര കോടി ഉണ്ടാവും എന്നറിയില്ല. നല്ലത് തന്നെ, സന്തോഷം. മറ്റൊന്നു കൂടി കേട്ടു, ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ 5ാമത്തെ വീട്ടിൽ കുട്ടി പഠനോപകരണങ്ങൾ വാങ്ങാനും ഫീസ് കൊടുക്കാനും മറ്റും പൈസ ഇല്ലാത്ത സ്ഥിതി വന്നപ്പോൾ ക്രിസ്ത്യൻ മിഷണറികൾ അവിടെ വന്ന് പണം കൊടുത്ത് സഹായിച്ച് മനം മാറ്റി മതം മാറ്റി. ഇത് രണ്ടും കൂടി ചേർത്ത് ചിന്തിച്ചിട്ട് അന്നത്തെ പ്രഭാഷണത്തിൽ നമ്മൾ പറഞ്ഞു, നമ്മൾ ലക്ഷക്കണക്കിന് കരിമരുന്ന് കത്തിച്ച് തീർക്കും. അന്തരീക്ഷത്തെ മുഴുവൻ മലിനമാക്കുന്ന സൾഫർ ഡൈ ഓക്സൈഡും സൾഫർ മോണോക്സൈഡും അതിമാരകമായ കാർബൺ മോണോക്സൈഡും ലെഡോക്സൈഡുകളും പ്രസരിപ്പിക്കും. സമീപ ഗൃഹങ്ങളിലെ ഹൃദ്രോഗികൾ, ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ എന്നിവർക്ക് മാരകമായ ദോഷമുണ്ടാകുന്ന ശബ്ദപ്രകമ്പനങ്ങൾ ഉണ്ടാക്കും. തൊട്ട് മുമ്പിലുള്ള കുട്ടിക്ക് പഠിക്കാൻ കഴിവില്ലാതെ വന്ന 5 പൈസ കൊടുക്കൂല. ഇതാണ് നമ്മളുടെ രീതി. അവിടെ കൂടിയ ചെറുപ്പക്കാർക്കൊക്കെ വലിയ സന്തോഷമായി. സ്വാമി പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നുള്ള മട്ടിൽ അവരിങ്ങനെ നോക്കുക. പക്ഷെ പ്രായമായവർക്കൊക്കെ എന്താ ദേഷ്യം എന്നറിയാം. അവരുടെ മുഖം അങ്ങനെ ചുമക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇത് കഥ പറയല്ല. പ്രഭാഷണം കഴിഞ്ഞു, തിരിച്ചു പോകാൻ വേണ്ടി വാഹനത്തിൽ കയറാൻ നോക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് നിന്നിട്ട് ഒരു 70 വയസ്സ് കഴിഞ്ഞൊരു കൊച്ചുകുട്ടി കുറച്ച് പേരോട് പറയുകയാണ്, ഈ പഹയനങ്ങോട്ട് കയറ്റാൻ പാടില്ല, അവ നിരീശ്വരവാദിയാ. വാഹനത്തിൽ കയറാൻ പോയ നമ്മൾ വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി തൊഴുതുകൊണ്ട് ചോദിച്ചു, പോയി വരട്ടെ, എനിക്ക് അയാളെ സമ്മതം വേണം ക്ഷേത്രത്തിൽ പോവാൻ. പിന്നെ എന്തിനാ സ്വാമി പോയി വരട്ടെ എന്ന് ചോദിച്ചു. ഈ പഹയനെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞതാണല്ലോ, അതുകൊണ്ടാ. ഉടനെ ഇയാൾ തൊഴുകയോടുകൂടി പറയുക, നമസ്കാരം സ്വാമി, നമസ്കാരം. ഇത് തെറ്റാണ്. പിന്നിൽ നിന്ന് പഹയെന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്നും പഹയെന്ന് പറയണം. മുന്നിൽ നിന്ന് നമസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്നും നമസ്കാരം. മുമ്പിലും ഒന്നായിരിക്കണം നമ്മൾ, അകത്തൊന്ന് പുറത്തൊന്ന്, അത് പാടില്ല. എന്തിനാണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇത് ദുരാചാരമാണെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നവൻ ആചാരവിരുദ്ധനാകുന്നു, അനുഷ്ഠാന വിരുദ്ധനാകുന്നു.